എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഷിംജിത മുസ്തഫ എന്നൊരു ലേഡി കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കാരണം കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ആത്മഹത്യ ചെയ്തിരുന്നു. നടക്കാൻ പാടില്ലാത്ത വളരെയേറെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെ ന്യായീകരിച്ചാലും ഒരു ജീവൻ ഇല്ലാതായി പോകുന്നത് അങ്ങേയറ്റം ദുഃഖകരവുമാണ്. പക്ഷെ ആ ചേട്ടൻ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്യാൻ പോയതെന്നാണ് ഞാൻ ഓർക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകൾ അവരുടെ പ്രിവിലേജുകൾ മുതലെടുത്ത് ഒരുപാട് കള്ളക്കേസുകൾ ദിനംപ്രതി പുരുഷന്മാർക്കെതിരെ കൊടുക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്. കള്ളക്കേസ് കൊടുത്ത് അത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞാലും കൊടുത്തവളുമാര് യാതൊരു ഉളുപ്പില്ലാതെ ഞെളിഞ്ഞു നടക്കുന്നതും കാണാം. അച്ഛനെതിരെ മകളെ കൊണ്ടും അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥിനികളെ കൊണ്ടും വ്യാജ പോക്സോ കേസുകൾ കൊടുപ്പിച്ച് പക തീർക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് സമൂഹത്തില്. ഈ ഷിംജിത എന്ന് പറഞ്ഞ ലേഡി അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ പോലും ബഹുഭൂരിപക്ഷം ആളുകളും ആ ചേട്ടന് അനുകൂലമായാണ് കമന്റുകൾ ചെയ്തത്. എന്നിട്ടും ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തപ്പോൾ നഷ്ടം ഉണ്ടായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഘോരഘോരം വാദിക്കുന്ന പലർക്കും ഇതൊരു സാധാരണ സംഭവം, വെറും ഒരു കണ്ടന്റ് മാത്രമാണ്. അടുത്ത ചൂടുള്ള ഒരു വിഷയം കിട്ടുന്നതോടെ അവരും ഈ ടോപ്പിക് ഉപേക്ഷിക്കും. പക്ഷെ തീരാ നഷ്ടമുണ്ടായത് ജീവൻ കളഞ്ഞ ആ വ്യക്തിയുടെ കുടുംബത്തിന് മാത്രമാണ്. അതുകൊണ്ട് പൊന്നു സഹോദരന്മാരെ, ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും ഉമ്മാക്കി കാണിച്ച് വിരട്ടാൻ വരുമ്പോ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ അതിനെതിരെ പിടിച്ചു നിൽക്കുകയല്ലേ വേണ്ടത്. ഇവിടെ പറയാൻ അറയ്ക്കുന്ന കൊള്ളരുതായ്മ ചെയ്തവരും അല്ലെങ്കിൽ ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നവരും നിയമം മൂലം അതൊക്കെ നേരിടുന്നുണ്ട്. നിരപരാധിയാണെങ്കിൽ അത് തെളിയിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അല്ലാതെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആരോ കാണിക്കുന്ന ഓലപ്പാമ്പ് കണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോയാൽ അതിപ്പോ പുരുഷനായാലും സ്ത്രീ ആയാലും നഷ്ടം സ്വന്തം കുടുംബത്തിന് മാത്രമായിരിക്കും. എന്തായാലും ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്ന ചില കമന്റ്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന എന്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ആ വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമന്റുകളൊക്കെ ഇങ്ങനെയായിരുന്നു: തോണ്ടാനോ മുട്ടാനോ വന്നാൽ മാറി നിന്നാ പോരെ, ഷോൾ ഉണ്ടായിട്ടും മാറ് മറയ്ക്കാതെ നിന്നിട്ട് തോണ്ടി എന്ന് പറയണോന്നൊക്കെ. അങ്ങനെ കമന്റ് ഇടുന്ന ചേച്ചിമാരെ ചേട്ടന്മാരെ, നിങ്ങൾക്കറിയില്ലെങ്കിലും അനുവാദമില്ലാതെ ശരീരത്തിൽ ആരെങ്കിലും തൊടുന്നത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് മാറിക്കൊടുത്ത് അടുത്തയാളെ അവന് തോണ്ടാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ആരെങ്കിലും ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെ വെച്ചോ ആയിക്കോട്ടെ, ശരീരത്തിൽ കൈവച്ചാല് ചില സ്ത്രീകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്ന പെണ്ണിന്റെ മുന്നിലേക്ക് എങ്ങനെയെങ്കിലും ഇടിച്ചു തള്ളി കയറി നിൽക്കും. എന്നിട്ട് മുന്നിൽ നിന്നിരുന്ന ആ പെണ്ണിനെ ബാക്കിൽ തോണ്ടിക്കൊണ്ടിരുന്ന ആൾക്ക് തോണ്ടാൻ പരുവത്തിൽ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് മുന്നിൽ കയറി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് അയ്യോ പാവം ചമഞ്ഞ് നിൽക്കുന്നത്. സ്വന്തം കഴിവില്ലായ്മ കാരണം, പ്രതികരണശേഷി ഇല്ലായ്മ കാരണം മറ്റൊരാളെ കൂടി അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് ഇത്തരം കുലസ്ത്രീ ചേച്ചിമാര് ചെയ്യുന്നത്. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പ്രതികരിക്കരുത്, എല്ലാം സഹിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം. ഒരു ലേഡി സ്കൂളിൽ പഠിക്കുന്ന അവരുടെ 2 മക്കളെയും കൊണ്ട് ബസ്സിൽ കയറി. ഒരു വൈകുന്നേര സമയമാണ്. ധാരാളം സ്കൂൾ കുട്ടികളും ബസ്സിലുണ്ട്. ബസ്സിലുള്ള ഒരുത്തൻ ആ സ്ത്രീയെ തട്ടാനും മുട്ടാനും തടവാനും ഒക്കെ തുടങ്ങിയത് ഞാൻ കണ്ടു. ഞാൻ കരുതിയത് ആ സ്ത്രീ അപ്പൊ തന്നെ പ്രതികരിക്കൂ എന്നാണ്. അതിനും പകരം ആ സ്ത്രീ ചെയ്തത് എന്താണെന്നറിയോ? അവരുടെ 2 കുട്ടികളെയും കൊണ്ട് മുന്നോട്ട് തിക്കി തിരക്കി നീങ്ങി നിന്നിട്ട് മറ്റൊരു സ്കൂൾ വിദ്യാർത്ഥിനിയെ അയാൾക്കരികിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ്. ഉളുപ്പുണ്ടോ ചേച്ചി നിങ്ങൾക്ക് എന്ന് അവരോട് ചോദിച്ചിട്ട് ആ തോണ്ടുന്നവന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കേണ്ടി വന്ന പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പറയണമെന്ന്. അതും പറഞ്ഞിട്ട് നല്ല ശക്തമായ രീതിയിൽ തന്നെ അയാളെ ഒന്ന് നോക്കുകയും ചെയ്തു. ഈ സ്ത്രീയെ തോണ്ടുന്നത് കണ്ടിട്ട് ഞാൻ പ്രതികരിക്കാൻ പോയാല് ഒരു പക്ഷെ ആ പെണ്ണുമ്പിള്ള പറഞ്ഞേനെ, അയ്യോ അയാൾ എന്നെ ഒന്നും ചെയ്തില്ല, എനിക്ക് വെറുതെ തോന്നിയതായിരിക്കുന്നു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്തു, ദൈവമേ അപ്പൊ പ്രതികരിക്കാൻ തോന്നാതിരുന്നത് മഹാഭാഗ്യം കൊണ്ടാണെന്ന്. ഇല്ലെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടേനെ, നാണം കെട്ടേനെ. അതുപോലെ തന്നെയാണ് നമുക്ക് ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാല് നമ്മൾ പ്രതികരിച്ചാല് ചില പണ്ടാരം പിടിച്ച പെണ്ണുങ്ങള് നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. മിണ്ടാതിരുന്നാ പോരെ, അവിടുന്ന് മാറിയിരുന്നാ പോരെ എന്ന് തുടങ്ങി പ്രതികരിച്ച നമ്മളെ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമാക്കാൻ ഇത്തരം സ്ത്രീകൾക്ക് ഒരു പ്രത്യേക വ്യഗ്രതയാണ്. തോണ്ടലും ഞെക്കലും പുരുഷന്മാരുടെ അവകാശവും. പ്രതികരിക്കാതെ ആ സാഹചര്യത്തിൽ നിന്ന് മിണ്ടാതെ അടക്കത്തോടെ ഒതുക്കത്തോടെ മാറിയിരിക്കുക എന്നത് സ്ത്രീകളുടെ ഒരു പ്രത്യേകതരം കടമയുമാണെന്ന് വിശ്വസിക്കുന്ന ചില കഴിവുകെട്ട സ്ത്രീകളുണ്ട്. പൊതുവെ ഈ സോഷ്യൽ മീഡിയകളിലൊന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ ചില റീൽസോളികൾ കാരണം എന്നെ പോലുള്ള പലരുടെയും ഫോട്ടോകൾ നമ്മളുടെ അനുവാദമില്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിപ്പെടുന്നുണ്ട്. മൊബൈൽ ക്യാമറയും കൊണ്ട് ഫോട്ടോയും വീഡിയോയും എടുത്ത് നടക്കുന്നവര് ചുറ്റുമുള്ളവരുടെ പ്രൈവസിയെ പോലും മാനിക്കാതെ അവരുടെ സമ്മതമില്ലാതെ അവരുടെ ഫേസ് ഉൾപ്പെടുന്ന വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ ഫേസ് ബ്ലർ ചെയ്യാനുള്ള സാമാന്യ മര്യാദ പോലും ഇവരിൽ പലരും കാണിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നിടത്തും ടെക്സ്റ്റൈൽസുകളിലും എന്ന് വേണ്ട ഈ ക്യാമറ കണ്ണുകാരെ കൊണ്ട് വല്ലാത്ത ഉപദ്രവമാണ് പലയിടങ്ങളിലും. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഫേസ് അവരുടെ റീൽസിലും വീഡിയോകളിലൊക്കെ കാണിക്കുന്നതിനെതിരെ എന്തെങ്കിലും ഒരു നിയമവും കൂടി ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്
അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഞെക്കലും തോണ്ടലും പിടിക്കലും ഒക്കെ പൂർവാധികം ശക്തിയോടെ ചെയ്യാമെന്ന് സന്തോഷിച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരാന്നറിയോ? യഥാർത്ഥ ഞരമ്പന്മാര്. ഈ ഷിംജിത് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വരുന്ന ചില കമന്റുകൾ ഉണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത് ആ ആത്മഹത്യ ചെയ്ത ചേട്ടൻ അറിയുന്നു പോലും ഇല്ലാന്ന്. ഒരു പക്ഷെ ശരിയായിരിക്കാം, അദ്ദേഹം തെറ്റ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പഠിച്ച ഞരമ്പന്മാര് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കണ്ട് നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടെന്ന ഭാവം പോലും അവരുടെ മുഖത്തുണ്ടാവില്ല. വളരെ നിഷ്കളങ്കനായി നിന്ന് മുഖത്തൊരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ പെരുമാറുന്ന നല്ല കൂടിയ ഐറ്റം ഞരമ്പന്മാരുണ്ട്. ഇതനുഭവിച്ച സ്ത്രീകൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം വേഗം മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഉപദ്രവിച്ചത് അയാളാണെന്ന് കണ്ടാലും അയാളുടെ മുഖഭാവം കാണുമ്പോൾ നമുക്ക് പോലും സംശയം തോന്നും, ഇയാള് തന്നെയാണോ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നതെന്ന്. അത്രയ്ക്കും ഭാവമാറ്റം ഒന്നുമില്ലാതെ നിഷ്കളങ്കരായി നിന്നാണ് ഈ ചെറ്റകള് വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്നത്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ചില പെൺകുട്ടികളെങ്കിലും പ്രതികരിക്കില്ല എന്നുള്ള ധൈര്യത്തില് ചില ഞരമ്പന്മാര് അവരുടെ പ്രവൃത്തികൾ പൂർവാധികം ശക്തമായിട്ട് പുറത്തെടുത്തേക്കാം. എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായാല് പേടിച്ചു നിൽക്കാതെ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാതെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ ഒരു അടി കൊടുക്കാൻ തന്നെ നിങ്ങൾ തയ്യാറാകും. തെളിവോട് കൂടിയുള്ള ഒരു വീഡിയോ കൂടി എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഒരു ബലമാവും. നമ്മൾ അനുഭവിക്കേണ്ടി വന്ന അപമാനത്തിനെതിരെ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഇനി കള്ള കേസോ കള്ള പരാതിയോ ആണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ നിങ്ങൾക്കെതിരെ ആരോപിക്കുന്നതെങ്കിൽ ഇനി അതിന് ഇരയാകേണ്ടി വരുന്നവര് ദയവായിട്ട് ജീവിതം അവസാനിപ്പിക്കാനൊന്നും നിൽക്കരുതേ പ്ലീസ്. നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള ധൈര്യം കാണിക്കുകയാണ് വേണ്ടത്. ലോകത്തിന്റെ മുഴുവൻ വായടയ്ക്കാൻ ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കി ചേർത്ത് നിർത്തുന്ന കുറച്ചു പേരെങ്കിലും നമ്മുടെ കൂടെ കാണും. ആ ഒരു ധൈര്യം മാത്രം മതി നമുക്ക് നമ്മുടെ നിരപരാധിത്വം തെളിയിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ.